നാട്ടുകൾ വിഷന്റെ ന്യൂസ് എക്സ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. ഒരു ഇടതുപക്ഷ പൊതുപ്രവർത്തകൻ മറ്റൊരു മനുഷ്യന്റെ മനസ്സറിയാൻ കഴിവുള്ളവരായിരിക്കണം. പുതിയ സാങ്കേതിക വിദ്യയിലുള്ള അറിവും ഉണ്ടായിരിക്കണം. മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. കുമരമ്പത്തൂരിൽ കോങ്ങശ്ശേരി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണ്ടുകാലങ്ങളിൽ വീട്ടിൽ ഒരു വിളി കേട്ടാൽ നാട്ടിലുള്ള എല്ലാവരും ഒത്തുകൂടും. എന്നാൽ ഇന്ന് വീട്ടിൽ ഒരു വിളി കേട്ടാൽ വീട്ടുകാർ പോലും ഒത്തുകൂടുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും വലിയ അറിവ് എന്നത് ചുറ്റുപാടും നിരീക്ഷിക്കാൻ കഴിവുള്ളവരായിരിക്കണമെന്നതാണ്. കോങ്ങശ്ശേരി അനുസ്മരണത്തിൽ താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പ്രവർത്തകരാണ് എത്തിയത്. അനുസ്മരണത്തിന് മുന്നോടിയായി ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി പ്രകടനവും ഉണ്ടായി. മന്ത്രിയുടെ കൂടുതൽ വാക്കുകളിലേക്ക്. കുട്ടിയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ച കാലത്ത് എംഎനായിരുന്ന ഇലക്ഷൻ കാലത്ത് പാർട്ടി സെക്രട്ടറിയുടെ ചുമതല നിർവഹിച്ചിരുന്നു. അതുവരെ പാർട്ടിയുടെ സെക്രട്ടറി അച്യുതമേനോനായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ കേട്ടിട്ടുള്ളത് വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് എംഎൻ പ്രസംഗിക്കാൻ ഒരു മണ്ഡലത്തിലെത്തുമ്പോഴും വയലിൽ വന്ന് പായി വിരിച്ച ആളുകൾ പ്രസംഗം കേൾക്കാൻ വേണ്ടി അതൊരു കാലമാണ്. ഇപ്പൊ പ്രസംഗിക്കുന്നവൻ ആളുകളുടെ കാതിൽ പോയി പറഞ്ഞില്ലെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് മാത്രമേ കേൾക്കൂ. അതായത് ഇതൊരു പുതിയ കാലമാണ്. ഈ പുതിയ കാലത്ത് മനുഷ്യന്റെ നന്മയെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവവും ശാസ്ത്രീയവുമായ പരിശ്രമങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ലോകത്ത് 2 ആശയങ്ങളാണ് ഏറ്റുമുട്ടുന്നത്. ഒന്ന് മനുഷ്യനെ ഒന്നിപ്പിക്കാനുള്ളത്. അതാണ് ലോകത്തിലെ ഇടതുപക്ഷവും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും മുൻവയ്ക്കുന്നത്. 2 മനുഷ്യനെ ഭിന്നിപ്പിക്കാനുള്ളത്. മതത്തിൻ്റെ പേരിലാണെങ്കിലും ജാതിയുടെ പേരിലാണെങ്കിലും മറ്റ് പലതിൻ്റെ പേരിലാണെങ്കിലും ആ ഭിന്നിപ്പിക്കാനുള്ള ആശയങ്ങളിൽ രാഷ്ട്രീയം കൂടെ ചേർത്ത് മനുഷ്യനെ ഒന്നിക്കാൻ സമ്മതിക്കാതിരിക്കുക. ഒന്നിക്കാൻ സമ്മതിക്കാതിരിക്കുന്ന ഭിന്നിപ്പിക്കലിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ് അമേരിക്കയിൽ ട്രംപിൻ്റെ വിജയത്തിലൂടെ കണ്ടത്. ഇന്ത്യയിൽ മോഡിയുടെ വിജയത്തിലൂടെയും കണ്ടതാണ്. അതായത് അവർ തോൽക്കുകയല്ല, ജയിക്കുകയാണ്. ഡൽഹിയിലും ആ തന്ത്രമാണ് വിജയിച്ചത്. അതായത് ഭിന്നിപ്പിക്കലിൻ്റെ ആശയത്തിന് ഒന്നിപ്പിക്കലിൻ്റെ ആശയത്തെക്കാൾ ശക്തിയുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വീടിനേക്കാൾ വലുതായി മതിൽ കെട്ടുന്ന കാര്യം. ഈ മതിലെന്ന് പറയുന്നത് അടുത്ത വീടുമായിട്ടുള്ള ഒരു ഭിന്നിക്കലാണ്. ആ ഭിന്നിക്കൽ മിക്കവാറും എല്ലാ വീടുകളിലുമുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. നമ്മുടെ വീട്ടിലൊരു മതിലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വേറൊരാളുമായിട്ട് നമുക്ക് ആശയപരമായി ഒരു ഭിന്നിക്കലുണ്ടെന്നാണ്. അതുകൊണ്ട് മതിലുള്ള വീട്ടിലൊരു നിലവിളി ഉണ്ടായാൽ അടുത്ത വീട്ടിലുള്ളവൻ ഓടിക്കൂടാൻ അറയ്ക്കും. പണ്ട് നാട്ടിലൊരു നിലവിളി ഉണ്ടായാൽ നാടൊന്നാകെ കൂടും. ഇപ്പൊ വീടൊന്നാകെ പോലും കൂടുകയല്ല. മറ്റൊരർത്ഥം പറഞ്ഞാൽ മാനസികമായി ഭിന്നിക്കൽ രാഷ്ട്രീയത്തിന് വിജയം കൈവരുന്ന ഒരു കാലത്ത് അതിനെതിരായി ചിന്തിക്കുന്ന നന്മയുള്ളവരുടെ പക്ഷത്ത് നിൽക്കുന്നവരാണ് നമ്മൾ. ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഏറ്റവും വലിയ അറിവ് ചുറ്റുപാടുമുള്ളതിനെ കൃത്യമായി മനസ്സിലാക്കുക എന്നാണ്. നമ്മളുമായി സഹകരിക്കുന്നവന് കൃത്യമായി അവന്റെ മനസ്സിനെ മനസ്സിലാക്കുക എന്നാണ്. അതുകൊണ്ട് ചിലർ പറയും ആധുനിക രാഷ്ട്രീയ പ്രവർത്തനത്തിന് 2 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന് ഹ്യൂമൻ സൈക്കോളജി, അതായത് മറ്റൊരു മനുഷ്യന്റെ മനസ്സറിയണം. 2 മോഡേൺ ടെക്നോളജി. ഇത് 2ഉം പൊതുപ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പൊതുപ്രവർത്തകർക്ക് നന്മ ഒരുപാടുണ്ടെങ്കിലും ഈ 2 കാര്യങ്ങളിൽ അവർ പിന്നിലാണ്. അതുകൊണ്ടാണ് മൊബൈൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. BJP ആണ് ഇന്ത്യയിൽ ഒന്നാമത്.
അത് കഴിഞ്ഞാൽ പിന്നെ SDP ഒക്കെയാണ് നിൽക്കുന്നത്. വളരെ താഴെയാണ് ഇന്ത്യയിലെ ജനാധിപത്യ പാർട്ടികളുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും ഒക്കെ സ്ഥാനം. അപ്പൊ പുതിയ ലോകത്ത് പുതിയ രീതി നമ്മൾ അവലംബിക്കണം. അതിൽ ഞാൻ പറയുന്നത് CPI മാത്രമൊന്നുമല്ല, CPIയും CPMും ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളും ജനാധിപത്യം ആഗ്രഹിക്കുന്നവരും മതേതരത്വം ആഗ്രഹിക്കുന്നവരും ഈ പുതിയ കാലത്ത് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന വർഗീയ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുന്നേറ്റത്തെ തടയാനുള്ള അണകെട്ടി നമുക്ക് നമ്മളെ സംരക്ഷിക്കുന്നത് എങ്ങനെയെന്ന് ഒരുമിച്ച് ചിന്തിക്കണം. അങ്ങനെ ഒന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ കൊങ്ങശ്ശേരിയെ പോലെയുള്ളവരുടെ ജീവിതം നമുക്ക് പാഠമാകും. അവരെല്ലാം രാഷ്ട്രീയത്തിൽ വരുന്ന കാലത്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ പഞ്ചായത്ത് മെമ്പർ ആകാമെന്നോ MLA ആകാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആകാമെന്നോ ശരീരം തന്നെ ബാക്കി ഉണ്ടാകുമെന്നോ ഉള്ള ശരീരത്തിൽ പ്രാണൻ ഉണ്ടാകുമെന്നോ ഉറപ്പില്ലാത്ത ഒരു കാലത്താണ് ഒരു സമൂഹത്തിൻ്റെ തെറ്റുകൾക്കെതിരെ ചില ശരികൾ ഉയർത്തി അവർ രാഷ്ട്രീയത്തിൽ വന്നത്. അങ്ങനെയാണ് 1939 ഡിസംബർ മാസത്തിലെ അവസാന ദിവസങ്ങളിൽ ഒന്നിൽ തലശ്ശേരിയിൽ പിണറായിക്കടുത്ത് പാറപ്പുറത്ത് ഒരു കൂട്ടം മനുഷ്യർ ഒത്തുചേരുന്നത്. ആ ഒത്തുചേരുന്ന മനുഷ്യർക്ക് കഴിക്കാൻ ആഹാരം ഉണ്ടായിരുന്നില്ല, മധുരമുള്ള പായസം ഉണ്ടായിരുന്നില്ല, ഇരിക്കാൻ കസേര ഉണ്ടായിരുന്നില്ല, കിടക്കാൻ കട്ടിലുണ്ടായിരുന്നില്ല. അവർ വെറും തറയിൽ നിലത്ത് ഇരുന്ന് ഒത്തുചേർന്ന് അത്യാവശ്യം കൈപ്പുള്ള മരിച്ചീനി എന്ന് പറയുന്നത്, ഇവിടെ കപ്പ എന്ന് പറയുന്നത്, അത് പുഴുങ്ങി കാന്താരി മുളക് ഉടച്ച് രണ്ടും കൂട്ടി കഴിക്കുമ്പോൾ വായ്ക്കൊരു തണുപ്പുണ്ടാക്കാൻ വേണ്ടി പഞ്ചസാര ഇടാത്ത, പാലൊഴിക്കാത്ത ചായ അത് ചൂടോടുകൂടി കുടിച്ച് ആ ചൂടോടുകൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് പാവങ്ങളിൽ പാവങ്ങളായ മനുഷ്യരുടെ മോചനത്തിന് വേണ്ടി ജനിക്കുന്നത്. ഇവിടെ ഉണ്ടായേ കരുതി എന്ന് തീരുമാനിച്ച കുറച്ച് ഉൽപ്പതിഷ്ടുക്കളായ അറിവുള്ള മനുഷ്യർ ഒത്തുചേർന്ന് അവർക്ക് വേണ്ടി ജനിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിന് ജനിക്കാൻ സത്യത്തിൽ സൗകര്യമുള്ള ഒരു ഇടം ഉണ്ടായിരുന്നില്ല. അവർക്ക് ആഹാരം കൊടുക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ കോൺഗ്രസ് ജനിച്ചത് 1885, അതും ഡിസംബറാണ്. ആ ഡിസംബർ മാസത്തിൽ അവസാനം കോൺഗ്രസ് ജനിച്ചത് കാപ്പി കുടിച്ച് നട്സ് കഴിച്ച് ബോംബെയിലെ ഒരു വലിയ ഹാളിൽ ഒത്തുചേർന്ന് ഇംഗ്ലീഷ് അറിയാവുന്നവർ ബ്രിട്ടീഷുകാർക്ക് നിവേദനം കൊടുക്കാനുള്ള ഒരു സംഘടനയായി കോൺഗ്രസിനെ ജനിപ്പിച്ചതിന് തറയൊരുക്കം നടത്തിയത് ഒരു ബ്രിട്ടീഷുകാരനായ A.O. ഹ്യൂമാണ്. അതാണ് കോൺഗ്രസ് ജനിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനിച്ചതും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കന്മാർ ഇന്ത്യയിലും കേരളത്തിലും എല്ലാം കോൺഗ്രസ്സുകാരായിരുന്നു. അതിന്റെ ജീവിതത്തിന്റെയും സൽസ്വഭാവ പൊതുപ്രവർത്തനത്തിന്റെയും ഒരു മാതൃകാ മതിലാണ് അദ്ദേഹം. അതിന് തുല്യമുള്ള ഒരാൾ ലോകത്ത് വേറെ ജനിച്ചിട്ടില്ല. ആ മഹാത്മാഗാന്ധിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് AKG കോൺഗ്രസ് ആയത്, കൃഷ്ണപിള്ള കോൺഗ്രസ് ആയത്, EMS കോൺഗ്രസ് ആയത്, അച്യുതമേനോൻ കോൺഗ്രസ് ആയത്, സർവരും കോൺഗ്രസ് ആയത്. പക്ഷെ അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി മഹാത്മാഗാന്ധിയും കോൺഗ്രസും രണ്ടാണ്. മഹാത്മാഗാന്ധിയുടെ വിശുദ്ധിയും നന്മയും കോൺഗ്രസിന് ഇല്ലെന്ന് മനസ്സിലായി. അങ്ങനെ അവർ കമ്മ്യൂണിസ്റ്റായി. വടക്കേ ഇന്ത്യയിൽ സോഷ്യലിസ്റ്റുകളായവർ സോഷ്യലിസ്റ്റായി. അങ്ങനെയാണ് കോൺഗ്രസിൽ നിന്ന് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിലേക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളൊഴുകുന്നത്. അങ്ങനെ ഒഴുകിയവർ അവർ മഹാത്മാഗാന്ധിയെ പോലെ ജീവിതം കൊണ്ടു നടക്കാൻ ശ്രമിച്ചു. എന്നാൽ മാർക്സിസ്റ്റ് ആശയങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. അവർക്കൊരു പേരുണ്ടായി. ആ പേരാണ് ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റ്. അവർ പ്രവർത്തനത്തിൽ ഗാന്ധിയായിരുന്നു, എന്നാൽ അവർ ആശയത്തിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ആ ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രവർത്തനമാണ് കേരളത്തിലെ കൂരകളിലേക്ക്, കർഷകക്കുടിലേക്ക്, കർഷകന്റെ വീട്ടിലേക്ക്, നാട്ടും പുറത്തേക്ക്
കറുത്ത മനുഷ്യനിലേക്ക്, വിശക്കുന്ന സ്ത്രീയിലേക്ക്, ആഹാരമില്ലാത്ത അടുക്കളകളിലേക്ക് കമ്മ്യൂണിസ്റ്റുകാരൻ അവന്റെ എല്ലാ നന്മകളോടെയും അവന്റെ മനസ്സിലേക്ക് കടന്നു ചെന്നത്. ആ കടന്നു ചെന്നവർ സമാധാനകാംക്ഷികളായ മനുഷ്യരായിരുന്നു, ലളിത ജീവിതം നയിച്ചവരായിരുന്നു, ആർക്കും ശല്യമില്ലാത്തവരായിരുന്നു, സമരത്തിന് പുതിയ മുഖങ്ങൾ കണ്ടെത്തിയവരായിരുന്നു. അവരാണ് കേരളത്തിലെ ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റുകൾ. ആ ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റുകളുടെ പ്രവർത്തനമാണ് 57-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബാലറ്റ് പെട്ടിയിലൂടെ ജന്മിത്വത്തെയും അധികാരത്തെയും പണത്തെയും നിറത്തെയും തോൽപ്പിച്ച് മനുഷ്യൻ അധികാരത്തിലെത്തിച്ചത്. അന്ന് ഇവിടെ മണ്ണാർക്കാട് മണ്ഡലത്തിൽ ജയിച്ചയാളാണ് കോങ്ങശ്ശേരി കൃഷ്ണൻ. കോങ്ങശ്ശേരി കൃഷ്ണൻ മാത്രമല്ല, അത്തരം നല്ല മനുഷ്യരെ ജയിപ്പിക്കണമെന്ന് ഏത് ജന്മി എതിർത്താലും, ഒട്ടും പണമില്ലെങ്കിലും, അവർക്ക് നല്ല ഉടുപ്പില്ലെങ്കിലും, അവർക്ക് ചുവരെഴുതാൻ കടം മേടിക്കാൻ പോലും കുമ്മായും കിട്ടിയില്ലെങ്കിലും അവരെ ജയിപ്പിക്കണമെന്ന് ഉറപ്പിച്ച മനസ്സുകൾ അകത്ത് കുറിച്ചിട്ടു. ഇവരാണ് ഈ നാടിന്റെ പൊതുപ്രവർത്തനത്തിന്റെ മാർഗം. അതിനെക്കുറിച്ച് AKGയുടെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ആത്മകഥ വായിക്കണം. ആ ആത്മകഥയിൽ AKG പറയുന്നത് എന്താന്ന് വെച്ചാൽ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും വലിയ സമര നേതാവെ ഒന്നിക്കുന്നതിനെയാണ് കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റുകളാണ് ഭരണകൂടം തന്നെ നിയന്ത്രിക്കുന്നത്. അമേരിക്കയിലെ ട്രംപിനെ നിയന്ത്രിക്കുന്നത് ഏതെങ്കിലും നയമല്ല, ഇലോൺ മസ്ക് എന്ന് പറയുന്ന മുതലാളിയാണ്. ഇന്ത്യയിലെ നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത് ഏതെങ്കിലും നയമല്ല, അംബാനിയും അദാനിയുമാണ്. അതായത് മുതലാളിമാരുടെ കാര്യസ്ഥന്മാരാണ് ആധുനിക കാലത്തെ വർഗീയത കൈമുതലാക്കിയ ഭരണാധികാരികൾ. അതിന്റെ അർത്ഥം വർഗീയത എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾ അവർക്കെതിരായ സമരങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്.